വാർഡിലേക്ക് വിടും. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ 301 ഗുണ്ടകൾ പിടിയിൽ. പ്രധാന കേസുകളിൽ ജില്ലാ പോലീസ് മേധാവിമാർ മേൽനോട്ടം വഹിക്കാനും നിർദ്ദേശം. ഫോർട്ട് കൊച്ചിയിൽ കടയിൽ കയറി യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കാസർകോട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ലഹരി മാഫിയകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പന്തീരാങ്കാവ് കേസിൽ ആരോപണങ്ങൾ പലതും കെട്ടിച്ചമച്ചതെന്ന് പ്രതി രാഹുൽ. വിദേശത്തേക്ക് കടന്നുവെന്നും വീഡിയോ സന്ദേശത്തിൽ അവകാശവാദം. രാഹുലിന്റെ വീട്ടിലെ CCTV DVR പിടിച്ചെടുത്ത് പോലീസ്. തിരുവനന്തപുരത്ത് ഭാര്യയെ ചുറ്റിയെകൊണ്ട് അടിച്ച ഭർത്താവ് പിടിയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിൽ കേസ്. ഡോക്ടർക്ക് സസ്പെൻഷൻ. 4 വയസ്സുകാരിക്ക് വിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തി. ഇതോ നമ്പർ 1 കേരളമെന്ന് പ്രതിപക്ഷ നേതാവ്. CA നടപ്പിലാക്കിയതിന് പിന്നാലെ വെല്ലുവിളിയുമായി മോദി. CA ഇല്ലാതാക്കാൻ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് പ്രചരണ പരിപാടിയിൽ. മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന തെളിവാണ് CAA എന്നും പ്രധാനമന്ത്രി. CA നടപ്പിലാക്കിയ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം കോടതിയിലേക്ക്. സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്ക് മമ്മൂട്ടിയുടെ പരോക്ഷ മറുപടിയോ. സിനിമയാണ് തനിക്കെല്ലാം. സിനിമയോടുള്ളത് പാഷനും പ്രണയവും. സിനിമയില്ലെങ്കിൽ ശ്വാസം നിന്നുപോകുമെന്നും മമ്മൂട്ടി. തിരുവനന്തപുരത്തടക്കം കനത്ത മഴ. തലസ്ഥാനത്ത് 1 മണിക്കൂറിൽ പെയ്ത് 52 മില്ലിമീറ്റർ. സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. തലസ്ഥാന ജീവിതം താറുമാറാക്കി കുത്തിക്കിളച്ച റോഡുകൾ. ന്യൂസ് 18 യാത്ര. പണിതിട്ടും തീരാത്ത അറ്റകുറ്റപ്പണി. പ്രധാന റോഡുകളിൽ കാൽനട യാത്ര പോലും ദുസ്സഹം. എന്നു തീരുമീ ദുരിതമെന്ന് ചോദിച്ച് നഗരവാസികൾ. വഴിയുണ്ടോ സ്പെഷ്യൽ ക്യാമ്പയിൻ. സുനിൽ ഛേത്രി ബൂട്ടഴിക്കുന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ച് രാജ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഫുട്ബോൾ താരം. ജൂൺ 6-ന് കുവൈറ്റിനെതിരെ അവസാന മത്സരം. സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കർശന നടപടിയുമായി പോലീസ്. 301 ഗുണ്ടകൾ പോലീസിന്റെ പിടിയിലായി. 53 പേരെ കരുതൽ തടങ്കിലാക്കുകയും 243 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 5 പേർക്കെതിരെ കാപ്പ ചുമത്തും. പ്രധാന കേസുകളിൽ ജില്ലാ പോലീസ് മേധാവിമാർ മേൽനോട്ടം വഹിക്കണം. ഓൺലൈൻ ലഹരി ഇടപാട് കണ്ടെത്താൻ സൈബർ പട്രോളിംഗ് ശക്തമാക്കും. ഗുണ്ടാ അതിക്രമങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിലാണ് നിർദ്ദേശം. പോലീസ് അന്വേഷണം വ്യാപിക്കുന്നതിനിടയിൽ വിദേശത്തേക്ക് കടന്നുവന്ന അവകാശവാദവുമായി പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ. വീഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഏത് രാജ്യത്താണ് ഉള്ളതെന്ന് രാഹുൽ വെളിപ്പെടുത്തിയിട്ടില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ചിട്ടില്ലെന്ന് വീഡിയോ സന്ദേശത്തിൽ രാഹുൽ അവകാശപ്പെടുന്നു. ഒളിവിൽ നിന്ന് വായിച്ച വീഡിയോ സന്ദേശത്തിലും ഒപ്പം വാട്സാപ്പ് കോളിലുമാണ് താൻ വിദേശത്തേക്ക് പോയി കഴിഞ്ഞതായി രാഹുൽ പറയുന്നത്. താൻ ബംഗളൂരുവിലെത്തി അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് പോയി എന്ന വിവരമാണ് നൽകുന്നത്. ഈ പല സംഭവങ്ങളും തനിക്കെതിരായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിച്ചമച്ചതാണ്. പ്രത്യേകിച്ചും ഈ തൻ്റെ ഭാര്യയുടെ ചില കോളുകളും ഒപ്പം വാട്സാപ്പ് സന്ദേശങ്ങളും താൻ കണ്ടിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രകോപനത്തിലാണ് തങ്ങൾ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത്. തങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് തീർത്ത് രമ്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അടുക്കള കാണൽ ചടങ്ങിനായി യുവതിയുടെ ബന്ധുക്കൾ വീട്ടിലെത്തിയത്. അതിനുശേഷമാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് എന്നും പറയുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങളും തനിക്കെതിരായി ആയ ആരോപണത്തിലുള്ള വിശദീകരണങ്ങളും പന്തീരാങ്കാവ് സ്റ്റേഷനിൽ നേരിട്ടെത്തി താൻ നൽകിയിരുന്നു. അന്ന് സ്ത്രീധന പീഡനം എന്ന ആരോപണം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നും രാഹുൽ പറയുന്നുണ്ട്. ഇതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചു എന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിവാഹത്തിനുള്ള പൂർണ്ണമായ
ചെലവുകളിൽ ഏതാണ്ട് 75% വഹിച്ചത് താനാണ്. യുവതിക്കുള്ള വസ്ത്രങ്ങളും മോതിരവും ഒക്കെ പോലും വാങ്ങിയ താനാണ്. ഇങ്ങനെയുള്ള താൻ എന്തിന് പിന്നീട് സ്ത്രീധനം ആവശ്യപ്പെടണമെന്ന ചോദ്യം ചോദിക്കുന്നു. ഒപ്പം ജർമ്മനിയിൽ കാറടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് താൻ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന താൻ എന്തിന് നാട്ടിൽ ഒരു സ്ത്രീധനമായി കാർ ആവശ്യപ്പെടണമെന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ പ്രതി വിദേശത്താണ് എന്നത് സംബന്ധിച്ച് നടത്തുന്നില്ല. അവർ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ലുക്കൌട്ട് നോട്ടീസ് അയക്കുന്നതിന് മുമ്പാണ് പ്രതി പുറത്തേക്ക് പോയതെങ്കിൽ അങ്ങനെ പോയോ എന്ന് അറിയുന്നതിനായി വിമാനത്താവളങ്ങൾക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്ന വിശദീകരണവും അവരുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. എന്തായാലും ഊർജിതമായ ശ്രമങ്ങൾ പ്രതിക്ക് വേണ്ടി തുടരുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസ് CCTV DVR അടക്കമുള്ള ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതിയുടെ സഹോദരിയുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കേസിൽ ഇവരെ പ്രതി ചേർക്കുന്നതിനുള്ള നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതിയും അമ്മയുമായി അടച്ചിട്ട മുറിയിൽ ചില ആലോചനകൾ നടത്തിയ ശേഷമാണ് തനിക്കെതിരെ മർദ്ദനം നടത്തിയത് എന്ന പരാതി പെൺകുട്ടി മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗാർഹിക പീഡന പരാതിയായി പരിഗണിക്കുമ്പോൾ അമ്മയും സഹോദരിയും കൂടി പ്രതിപട്ടികയിൽ ചേർത്തേക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ഈ യുവതിക്കെതിരെ രൂക്ഷമായ ചില ആരോപണങ്ങൾ ഇന്നലെയും മറ്റുമായി ഇവർ നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാവും ഇവർക്കെതിരെ പ്രതി ചേർക്കുന്നതിനുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം നിയമപരമായ നടപടിക്രമങ്ങളും രാഹുൽ നീക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിക്കുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും പ്രതി വിദേശത്തേക്ക് കടന്നാൽ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകും എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നു. ഈ കോടതിയിൽ എത്തിയാലും അഭിഭാഷകർ വഴിയൊക്കെ പറഞ്ഞു വേണം പിന്നീട് പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ. ഇനി ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജർമ്മനിയുടെ പൗരത്വമടക്കമുള്ള ഉണ്ട് എന്ന് ഈ രാഹുലിൻ്റെ കുടുംബം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എംബസി തലത്തിലെ ഇടപെടലുകളും ഇന്റർപോളിന് നോട്ടീസ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളും വേണ്ടി വന്നേക്കും. എന്തായാലും വളരെ ഊർജിതമായി തന്നെ പോലീസ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MS സനീഷ് കുമാറാണ് ചേർന്നത്. തിരുവനന്തപുരത്ത് ഭാര്യയുടെ കാലിൽ ചുറ്റിയ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചെന്ന് പരാതി. പാലോട് സ്വദേശി സോജി പോലീസ് കസ്റ്റഡിയിലാണ്. ഭാര്യ ഷൈനിയെ ഇയാൾ ആക്രമിച്ചത് കരിമൺകോട് വനത്തിൽ വെച്ചാണ്. ഷൈനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 9:30 സംഭവം. ഇരുവരും തമ്മിൽ കുറച്ചുകാലമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. എന്നാൽ അടുത്തിടെ വീണ്ടും ഫോണിലൂടെ സംസാരിച്ചു തുടങ്ങി. രാവിലെ ഷൈനിയെ സോജി വിളിച്ചു വരുത്തി കരിമൺകോട് വനാതിർത്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ വെച്ച് വീണ്ടും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് ഭർത്താവ് ഭാര്യയുടെ ഇരു കാൽമുട്ടുകളും അടിച്ചു തകർത്തു. കൈവശമുണ്ടായിരുന്ന വെട്ടുകത്തി കൊണ്ട് തലയിൽ വെട്ടുകയും ചെയ്തു. ബഹളം കേട്ട് പരിസരത്തുണ്ടായിരുന്ന ചിലർ ഓടിയെത്തിയതോടെയാണ് കൂടുതൽ അതിക്രമങ്ങളിൽ നിന്ന് പ്രതി പിന്തിരിഞ്ഞത്. തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തിയാണ് യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. സോജി പോലീസ് കസ്റ്റഡിയിലുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്ന പ്രതി അറസ്റ്റിൽ. അത്തിപ്പുഴയിൽ നിന്നാണ് അലനെ തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലി ഇന്നലെ രാത്രിയാണ് കൊല്ലപ്പെട്ടത്. തോപ്പുംപടിയിലെ വീടിനു സമീപത്തു നിന്നാണ് പ്രതി അലനെ പോലീസ് പിടികൂടിയത്. കൊലപാതകം നടത്തി സ്ഥലം വിട്ട അലനായുള്ള തിരച്ചിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസ് ഊർജിതമാക്കിയിരുന്നു. തോപ്പുംപടി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. തന്നെ ലഹരി ചികിത്സയ്ക്ക് കൊണ്ടുപോയതിന്റെ വൈരാഗ്യത്തിനാണ് കൊല നടത്തിയതെന്ന് അലൻ പോലീസിന് മൊഴി നൽകി. ഇന്നലെയാണ് ബിനോയിയെ നാട്ടുകാരനായ അലൻ കടയിൽ കയറി കൊലപ്പെടുത്തിയത്. ലഹരിക്കടിമയായിരുന്ന അലനെ ബിനോയും ഭാര്യയും ഇടപെട്ട് മാസങ്ങൾക്ക് മുൻപ് ലഹരി മുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. സംസ്ഥാനത്ത് പുറത്തേക്കുള്ളൊരു കേന്ദ്രത്തിലായിരുന്നു അലൻ. കഴിഞ്ഞയിടയ്ക്കാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അന്നു മുതൽ ബിനോയുമായി പലതവണ വാക്കുതർക്കമുണ്ടായതായും നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രദേശത്ത് മയക്കുമരുന്ന് സംഘങ്ങൾ വ്യാപകമാണെന്നും പോലീസ് വേണ്ട രീതിയിലുള്ളൊരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് നാട്ടുകാരും ഇതിനോടകം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 7:30 ബിനോയുടെ കടയിലെത്തിയ അലൻ ഇരുവരും ഏറെ നേരം സംസാരിച്ചു. ഇതിനു തൊട്ടു പിന്നാലെയാണ് പാന്റിനുള്ളിൽ ഒളിപ്പിച്ച കത്തി ഉപയോഗിച്ച് ബിനോയിയെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അലൻ ബിനോയുടെ കടയിലെത്തിയതും. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകാം പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്. മയക്കുമരുന്ന് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്.
പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പോലീസിന് ഇനിയും പ്രതിയെ കണ്ടെത്താനായില്ല. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകാം പ്രതിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രധാനമായും മയക്കുമരുന്ന് ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ലഹരി കേസിൽ ഉൾപ്പെട്ട നിരവധി പേരെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്കാണ് പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത്. മുത്തച്ഛൻ പശുവിനെ കറക്കുന്നതിനായി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു സംഭവം. പെൺകുട്ടി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ 5 DYSPമാർക്കാണ് അന്വേഷണ ചുമതല. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോസൂർ പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ സംശയ സാഹചര്യത്തിൽ കണ്ട 7 പേരെ അറസ്റ്റ് ചെയ്തു. പടന്നക്കാട് മേൽപ്പാലത്തിനടിയിൽ സംശയ സാഹചര്യത്തിൽ കണ്ട യുവാവിനെയും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ട മഞ്ചേശ്വരം സ്വദേശി അരൈ സ്വദേശി എന്നിവരെയും കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംശയ സാഹചര്യത്തിൽ കണ്ട 2 പേരെയും കല്ലൂരാബിയിലും പാട്ടാക്കല്ലിലും സംശയ സാഹചര്യത്തിൽ കണ്ട 2 പേരെയുമാണ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. ആക്ടിംഗ് പ്രസിഡന്റായിരിക്കെ MM ഹസൻ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ എ ഗ്രൂപ്പ് നേതാവ് MA ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കി കെ സുധാകരൻ. കൂടിയാലോചന കൂടാതെയാണ് ലത്തീഫിനെ MM ഹസൻ തിരിച്ചെടുത്തതെന്നാണ് കെ സുധാകരന്റെ നിലപാട്. ഇതിനെതിരെ എ ഗ്രൂപ്പിൽ അമർഷം പുകയുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ എ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവായിരുന്ന MA ലത്തീഫിനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കാരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് കെ സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷേ ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസൻ വന്നതിന് പിന്നാലെയാണ് MA ലത്തീഫിനെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന തരത്തിലുള്ള നടപടികൾ നടത്തിയത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്തിയതിന് തൊട്ടു പിന്നാലെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം നടത്തി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് കെ സുധാകരൻ തന്നെ MA ലത്തീഫിനെ പാർട്ടിയിലേക്ക് തിരികെ എടുത്ത നടപടി റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ തീരുമാനം സർക്കുലറായി പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് MA ലത്തീഫിനെ തിരികെ പാർട്ടിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സംഘടനാ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് MA ലത്തീഫ് നടത്തിയിരിക്കുന്നത് എന്നാണ്. ഏതായാലും എ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് കടുത്ത അമർഷം ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി കെ സുധാകരൻ റദ്ദാക്കിയതോടെ കടുത്ത അമർഷം എ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. സൈബർ ഇടങ്ങളിലടക്കം ലത്തീഫിനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് ലത്തീഫിനെ വീണ്ടും തിരികെ പാർട്ടിയിലേക്ക് എടുക്കണം. പാർട്ടിയിൽ തുടരാൻ അർഹതയില്ലാത്ത ഒരുപാട് പേർ ഇപ്പോഴും ആ സ്ഥാനങ്ങളിലടക്കം നേതൃസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. അവർക്കെതിരെ അടക്കം ഒരു നടപടികളും സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് ലത്തീഫിനെ പോലെ തീരമേഖലയിലടക്കം ജനസ്വാധീനമുള്ള ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തുന്നത്. ഇത് തിരിച്ചടിയാകുമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സൈബർ ഇടങ്ങളിൽ നിറയുന്നത്. CAA നടപ്പിലാക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഷയമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CAA നടപ്പിലാക്കിയത് മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കും എന്നതിന് തെളിവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വിഭജനത്തിന്റെ ഇരകൾക്കാണ് പൗരത്വം നൽകിയത്. ഇന്ത്യയിൽ അഭയം തേടിയവരെ കോൺഗ്രസ് അവഗണിച്ചു. ഇന്ത്യ സഖ്യം CAAയുടെ പേരിൽ കലാപമുണ്ടാക്കാൻ നോക്കിയെന്നും CAA ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്നും നരേന്ദ്രമോദി ചോദിച്ചു. സിനിമയോടുള്ളത് പാഷനും പ്രണയവുമെന്ന് മമ്മൂട്ടി. സിനിമയാണ് തനിക്കെല്ലാം. സിനിമയല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ലെന്നും സിനിമയില്ലെങ്കിൽ തൻ്റെ ശ്വാസം നിന്നു പോകുമെന്നും മമ്മൂട്ടി പറഞ്ഞു. സിനിമയോടുള്ള ലവ്, പാഷൻ, എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമയില്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും. എൻ്റെ ശ്വാസം നിന്നു പോകും. ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇവര് ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. അത്ര ഇത് ശരിയാക്കണേ. തലസ്ഥാനത്ത് കുത്തിപ്പൊളിച്ച റോഡുകളിലൂടെ സഞ്ചരിച്ച ന്യൂസ് 18 സംഘം കണ്ട കാഴ്ചകൾ.
മഴക്കാലം വരുന്നു, സ്കൂളുകൾ തുറക്കാൻ തയ്യാറെടുക്കുന്നു. തലസ്ഥാന നിവാസികളുടെ ഇനിയും അവസാനിക്കാത്ത വഴിദുരിതം കേരളത്തിന് മുന്നിലെത്തിക്കുകയാണ് ന്യൂസ് 18. തലസ്ഥാനവാസികളുടെ ഈ ദുരിതക്കാഴ്ച ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മാസങ്ങളായി റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുണ്ട്, സിറ്റി ഗ്യാസ് പദ്ധതിയുണ്ട്. വികസന പദ്ധതികളാണെങ്കിലും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ചെറുതൊന്നുമല്ല. എന്താണ് തലസ്ഥാനവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ? അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ? എന്താണ് റോഡുകളുടെ അവസ്ഥ? സർക്കാർ അവകാശപ്പെടുന്നത് പോലെ വേഗത്തിൽ ഈ റോഡ് പണികൾ നടക്കുന്നുണ്ടോ? ഓഫ് റോഡ് തോറ്റുപോകുന്ന അവസ്ഥയിലാണ് യഥാർത്ഥ റോഡ് എന്നുള്ളതാണ് ഒരു കഷ്ടാവസ്ഥ. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്. എത്ര സമയമായി റോഡ് ഇവിടെ പൊളിഞ്ഞ മേളിലായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ ഇവിടുത്തുകാരനല്ല, എറണാകുളം ജില്ലക്കാരനാണ്. പക്ഷേ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് 2.5 മാസത്തിൻ്റെ മേളിലായിരുന്നു. അത് തന്നെയല്ല, ഇതിന് സിഗ്നൽ രാത്രി കാലങ്ങളിൽ കാണുന്നില്ല. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറിയ മഴ പെയ്താലും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ട്രാഫിക്കിൻ്റെ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള റോഡ് പണി കുഴിക്കലൊക്കെ 2-3 വർഷമായിട്ട് പല ഘട്ടങ്ങൾ നടക്കുന്നു. പലതവണ റോഡ് കുഴിക്കുന്നു, വീണ്ടും ടാർ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊരു വലിയ രീതിയിലേക്കുള്ളൊരു ദുരന്തമായി മാറിയത് ശരിക്കും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ്. ഇവിടെ ഒരു ദിവസം രാവിലെ വരുമ്പോൾ കാണുന്നത് ഏതാണ്ട് ഇതിൻ്റെ മധ്യഭാഗത്ത്, ഈ റോഡിൻ്റെ മധ്യഭാഗത്ത് വലിയൊരു കുഴി, അതായത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ കഴിയാത്തൊരു കുഴി ഈ റോഡിന്റെ മധ്യഭാഗത്തേക്ക് രൂപപ്പെട്ടു. ഈ രാത്രി അർദ്ധരാത്രി വലിയൊരു കുഴി ഉണ്ടാകുന്നു. രാവിലെ സ്കൂളിലേക്ക് വന്ന കുട്ടികൾ, രക്ഷാകർത്താക്കൾ, ഇവിടെ ഒരു ക്രൈസ്തവ സഭ നടത്ത സ്കൂൾ കൂടിയാണ്. അങ്ങനെ കന്യാസ്ത്രീകൾ വലിയ രീതിയിൽ അവിടുത്തെ അധ്യാപികമാരൊക്കെയാണ്. അവരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധവുമായി ഇറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വിവരം അറിയുന്നത് ഈ റോഡ്. കാരണം അവരെപ്പോഴും ഉപയോഗിക്കുന്ന റോഡാണ്. അങ്ങനെയാണ് ഇതിന്റെ ഈ ദുരിതകാലം ഫെബ്രുവരി ആദ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെയ് പകുതിയാകുന്നു. ഈ 3 മാസം 2.5 മാസത്തിലേറെയായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സൈത്ത, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട് നിന്ന് ജഗതിയിലേക്ക്, പൂജപ്പുരയിലേക്ക് പോകുന്ന റോഡിന്റെ ഭാഗത്താണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി റോഡ് കുഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹോളി ഏഞ്ചൽ സ്കൂളിന് മുമ്പിൽ എങ്ങനെയാണോ സമാനമായ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ ഗർത്തങ്ങളാണ് ഇവിടെ. ഈ കുഴികളിൽ വേണം മറ്റ് പൈപ്പുകളൊക്കെ സ്ഥാപിച്ച ഈ നിർമ്മാണം ഈ 10-15 ദിവസത്തിനകം പൂർത്തിയാക്കാനാണെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. പക്ഷേ അത് പുരോഗമിക്കുമ്പോഴും അതിന്റെ കെടുതി സാധാരണക്കാരായ യാത്രക്കാർ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എങ്ങനെയൊക്കെയുണ്ട് കച്ചവടമൊക്കെ? ആൾക്കാർ ആരെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ടോ? വർഷം കൊണ്ട് നമ്മൾ നരകിക്കുന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഈ മഴയിൽ കൂടെ ഞാൻ ഈ വെള്ളപ്പൊക്കെ അത്രയും വെള്ളം കോരി മാറ്റുകയാണ് ചെയ്തത്. ഒരു നിവർത്തിയില്ല, പട്ടിണിയാണ്. എന്ത് നല്ല കച്ചവടം നടക്കുന്ന കടയാണെന്നറിയാം. വാട്ടർ അതോറിറ്റിക്കാരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. കാരണം അവർ ഇത് കൃത്യമായിട്ട് ഇത് ചെയ്ത് തീർക്കുന്നില്ല. ഒരു കരാറുകാർക്ക് കൊടുക്കും, അവർക്ക് ഇത്ര ദിവസം കൊടുക്കും, അവരെ നിന്ന് മാറ്റി വേറൊരു കരാറിന് കൊടുക്കും. ഇതിവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പണി തന്നെ ഇത് ഇപ്പം 2 മാസമായി. ഞങ്ങൾ ഈ പറഞ്ഞാൽ നമ്മൾ ചാനലിൽ അന്വേഷിച്ച് വന്നതാണ്. നമ്മൾ പെട്ട് നിൽക്കുക. ഇതെന്താ ഇങ്ങനെയാണോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്? ഇങ്ങനെ തന്നെയാണ്. വീണ് 2 മുട്ടും പൊട്ടി അങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ വീട് അങ്ങോട്ടാണ്. ഒരു ഓട്ടോ പോലും വരില്ല. എത്ര കാലം കൊണ്ട് തുടങ്ങിയെന്നറിയാം. ഇതിനിടയ്ക്ക് കുറെ അമ്മമാർ കൊണ്ടിട്ട് കുറെ പണം കൊടുത്ത് ഒരു ഇതെടുത്ത് അവിടെ നെങ്ങാറ്റം ആൾക്കാരെ നടത്തിച്ച് ജാഥ ഉണ്ടാക്കി. എന്തൊരു കെട്ടി ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അല്ലേ? അവര് ഇലക്ഷൻ സമയത്തായിരുന്നു. അപ്പൊ കുറെ വോട്ട് കിട്ടി. അതാണ് ഇത്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയുടെ ഒരു ദേഷ്യമാണോ കണ്ടത്? അത് സ്വാഭാവികമാണ്. ഇത്ര വർഷമായില്ലേ ഇങ്ങനെ കിടക്കുന്നു, പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ചേട്ടാ പോവാം. അല്ല ഏട്ടാ, അതെന്താ പിന്നെ ഇതിനിങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി പോകേണ്ട അവസ്ഥ? ഇവിടെ റോഡ് പൊളിഞ്ഞടക്കല്ലേ, ഇതിലെങ്ങനെ നമുക്ക് എങ്ങനെ പോകും? ഇതില് ഇത് കുറെ ആയോ ചേട്ടാ ഇങ്ങനായിട്ട്? കുറെ നാളായി. അവര് കുറച്ച് പണിയും, പിന്നെ പൊളിക്കും, പിന്നെയും നമത്തും, പിന്നെയും പൊളിക്കും. ഇങ്ങനെ കിടക്കും. വണ്ടിക്കൊന്നും പോകില്ല. സാധാരണ സ്കൂട്ടർ കണ്ടില്ല പോകണം, അതുപോലും പോകാൻ നടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയിലായി. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മളെ സർക്കാരല്ലേ. തിരുവനന്തപുരം നഗരത്തിലെ യാത്രാക്ലേശത്തിന്റെ മറ്റൊരു കാഴ്ചയാണിത്. തൈക്കാട് ഭാഗമാണിത്. തിരുവനന്തപുരം നഗരഹൃദയമാണ് തൈക്കാട് ആശുപത്രി. അവിടെ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക്, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കും DGPയുടെ ഓഫീസിലേക്കും ഒക്കെ പോകുന്ന സ്ഥലമാണ്. നോർക്കയിലേക്കും അതോടൊപ്പം തന്നെ ഗസ്റ്റ് ഹൗസുകൾ, റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസും ഉണ്ട്. അങ്ങനെ വിവിധ ഓഫീസുകൾ. റെയിൽവേയുടെ ആസ്ഥാനം ഈ റോഡിൻ്റെ വശത്താണ്. ഈ തരത്തിൽ വളരെ ജനത്തിരക്കുള്ള തിരുവനന്തപുരം നഗരഹൃദയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇടം. ഏതെങ്കിലും വികസന പദ്ധതികൾക്ക് ഞങ്ങൾ എതിരല്ല, ഏതെങ്കിലും രാഷ്ട്രീയത്തിനോ ഏതെങ്കിലും സർക്കാരുകൾക്കോ എതിരല്ല. മറിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കരുതി മുന്നോട്ട് വരുന്ന ചില വികസന പദ്ധതികൾ എങ്ങനെ വിപരീത ഫലം ഉണ്ടാക്കും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ഉദാഹരണങ്ങളെ ഞങ്ങൾ പറയുന്നതാണ്. ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതാണ്. ഒന്ന്, മൺസൂൺ ആരംഭിക്കുന്നു, മഴക്കാലം വരുന്നു.
തൊട്ടു പിന്നാലെ തന്നെ അധ്യയന വർഷവും ആരംഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ റോഡുകൾ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ദുരവസ്ഥ ഒന്ന് അധികൃതരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്തത്. വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് കൂടുതൽ മികച്ചതാവണം. കൂടുതൽ നല്ല രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തില്ലെങ്കിൽ വിപരീത ഫലമുണ്ടാക്കും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ച ഈ നഗരക്കാഴ്ചകൾ. എന്തായാലും അധികൃതർ ഇത് ഏറ്റെടുക്കണം, ഇതിന് പരിഹാരമുണ്ടാവണം. തലസ്ഥാന നഗരത്തിൽ നിന്നും ടീം ന്യൂസ് 18. സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ആശ്രയത്വം അനിവാര്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മഹാമാരികളുടെ കാലത്ത് ആരോഗ്യരംഗത്തെ എല്ലാ മേഖലകളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. മുൻ അംബാസഡർ ടി.പി. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ സി പത്മകുമാർ, രാഗശ്രീ തുടങ്ങിയവരും പങ്കെടുത്തു. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും ഞായറാഴ്ച നടക്കും. കോഴിക്കോട് നടക്കുന്ന സംഗമത്തിലെ വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിക്കും. സാംസ്കാരിക സമ്മേളനം വൈകിട്ട് കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്യും. മലബാർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ MP അഹമ്മദ്, ഹാരിസൺ ഗ്രൂപ്പ് MD ഡോക്ടർ NK മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യ തിളങ്ങാൻ കൂടുതൽ പെൺകുട്ടികൾ സാങ്കേതികവിദ്യ തിരഞ്ഞെടുക്കണമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ ഇഷ അംബാനി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിനും സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നതിനും പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രചോദിപ്പിക്കുന്നതിനുള്ള തന്റെ കാഴ്ചപ്പാടുകളും ഇഷ പങ്കുവച്ചു. ഗേൾസ് ഇൻ ICT ഡേ ഇന്ത്യ 2024 എന്ന പരിപാടി ഓൺലൈനായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇഷ അംബാനി. Strengthening our STEM curricula to promote equal participation is crucial. We must consult gender equality experts to ensure our learning material are free of biases and resonate with both genders. The government, under the stewardship of our visionary Prime Minister, Shri Narendra Bhai Modi, is making alterations and necessary course corrections, and the results are already showing. In the last decade, there's been a 6% increase in women's representation in the tech workforce. However, we still have a long way to go to make it a 50-50 man-woman ratio in every sphere of technology and across hierarchies. With the government doing its part, industry too must chip in to catalyze the transformation. The tech firms too must play their part, devising ways and means to ensure that the career of no woman engineer gets stagnated. Every woman gets the chance, like their male counterparts, to bloom to their fullest. Dear friends, let us pledge to transform our societal frameworks and educational. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് 6765, പവന് 54,120. സ്വർണം 18 ക്യാരറ്റിന് 5650, പവന് 45,200. വെള്ളി 92 കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.